എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു നല്ല ആളാണോ മോശം ആളാണോ എന്നുള്ളതനുസരിച്ചൊന്നുമല്ല നിങ്ങൾക്ക് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ നിലയും വിലയും ബഹുമാനവും ഒക്കെ ലഭിക്കുക. നേരെ മറിച്ച് ചില മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതിലും എപ്പോഴെങ്കിലുമൊക്കെ ബുദ്ധിപരമായ ഒരു നല്ല തീരുമാനം എടുക്കുന്നതിനെയുമൊക്കെ ആശ്രയിച്ചിരിക്കും അത്. ഈ ബൈബിളിലെ ധൂർത്തപുത്രന്റെ ഒക്കെ ഉപമ കേട്ടിട്ടില്ലേ? പശ്ചാത്തപിച്ച് തിരിച്ചു വന്ന മകനെ പിതാവ് കാര്യമായിട്ടൊക്കെ സ്വീകരിക്കുന്നു. പക്ഷെ അത്രയും നാള് നന്നായി ജീവിച്ച മൂത്ത പുത്രൻ അവിടെ ഒരു മണ്ടനാവുകയാണ് എന്ന് തോന്നിയിട്ടില്ലേ? കാരണം ഇതുപോലെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എനിക്ക് നേരിട്ടറിയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലിയിൽ, അവന്റെ ബന്ധത്തിലുള്ള ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. വളരെ സാധാരണ കുടുംബം. അവിടെ 2 ആൺമക്കളാണ്. മൂത്തയാള് നല്ല ഉത്തരവാദിത്തമുള്ള, വളരെ നന്നായി ജീവിക്കുന്ന ഒരാള്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഗൾഫിൽ പോയി കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും കടവും ഒക്കെ വീട്ടുന്നു. ഒരു ചെറിയ വീടും വാഹനവും ഒക്കെ ആണെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നു. അങ്ങനെ ആ കുടുംബത്തെ ഒരു കരക്കെത്തിക്കുന്നു. എന്നാൽ ഇവന്റെ അനിയൻ നേരെ തിരിച്ചാണ്. ചെറുപ്പത്തിലെ തന്നെ എല്ലാ കേസുകെട്ടുകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുത്തൻ. ഒരു സമയത്ത് പോലീസുകാർ വരെ അന്വേഷിച്ച് വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ എന്താണ് കയ്യിലിരിപ്പ് എന്ന് ഊഹിച്ചാൽ മതി. കൂടുതലൊന്നും പറയുന്നില്ല. മൂത്തയാള് പുറത്തുപോയി കഷ്ടപ്പെടുന്നു, ഇളയാള് നാട്ടിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തില് അവരുടെ നാട്ടിലാണെങ്കിലും അവരുടെ ഫാമിലിയിലാണെങ്കിലും ഒക്കെ എന്തായിരിക്കും ഈ മൂത്തയാളെ കുറിച്ചും ഇളയാളെ കുറിച്ചും പറയുക? സത്യം എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നിലവില് ഇളയാളെ മതി മാതാപിതാക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ഒരു നല്ല പേരൊക്കെ ഉള്ളത് അവനാണ്. ഈ മൂത്തയാളോ, അയാൾ ഒരു കറിവേപ്പിലയായിട്ട് പുറത്തായി എന്ന് പറയാം. ബൈബിളിലെ ധൂർത്തപുത്രന്റെ ഉപമ പറയുന്നത് പോലെയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? മൂത്തയാള് വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ സമ്പാദ്യമൊക്കെ അതിനു വേണ്ടി തീർന്നു എന്ന് പറയാം. ആ ഒരു സമയത്താണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ വരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇവരുടെ പേരൻസിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു. മുൻപേ ഉണ്ടായിരുന്ന പല അസുഖങ്ങളും ഒക്കെ വളരെ അധികമായിട്ട് കൂടുകയാണ്. വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോകുന്നു. ലക്ഷങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇവരെവിടെ പോകും? അവസാനം വീട് പണയം വെച്ചേക്കാം, അല്ലെങ്കിൽ ഉള്ളതൊക്കെ പണയം വെച്ചിട്ട് ചികിത്സിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ ഇളയ പുത്രൻ ഒരു രക്ഷകനായിട്ട്, സൂപ്പർ ഹീറോ ആയിട്ട് അവിടെ അവതരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാല്, ഇളയവൻ ഇങ്ങനെ നാട്ടിൽ നിന്നാൽ ഒരുപാട് കേസ് ഇനിയും ഉണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ള കേസൊക്കെ ഒതുക്കി തീർത്തിട്ട് ഇവനെ പെട്ടെന്ന് ഗൾഫിലേക്ക് കയറ്റി അയച്ചു. മൂത്തയാൾ പോയതുപോലെ കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇവൻ നാട്ടിൽ നിന്നാൽ പ്രശ്നമാണെന്ന് അറിയാവുന്നത് കൊണ്ട് കയറ്റി വിട്ടതാണ്. അവൻ അവിടെ ചെന്നും അടിച്ചു പൊളിച്ചൊക്കെ നടക്കുകയായിരുന്നു. വീട്ടിലോട്ടൊന്നും 10 പൈസ അയക്കില്ല. ആകെ അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇവന്റെ പേരൻസിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചു. ഇത് കേൾക്കുമ്പോൾ ആരും ചിരിക്കുമൊന്നും വേണ്ട, നടന്ന കാര്യം തന്നെയാണ്. ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ ഇതാണ് നല്ലത്. അതുകൊണ്ടാണ് പറയുന്നത്. വലിയൊരു ട്വിസ്റ്റാണ് ഈ കഥയിൽ നടക്കുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് പ്ലാനുകൾ. ഇതിൽ ഏറ്റവും നല്ലത് ഏത്, നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഏത് എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിയുക? നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അവിടെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഡിറ്റോയെ ശുപാർശ ചെയ്യുന്നത്. സെറോദ ബാക്ക്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ. കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ഏകദേശം 20 മിനിറ്റ് ഒക്കെ മാത്രമേ എടുക്കുകയുള്ളൂ. അവരൊരിക്കലും നിങ്ങളെ സ്പാം കോൾ ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ നമ്പർ കിട്ടി എന്ന് കരുതിയിട്ട് അവർ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ അവർ വിളിക്കുകയുള്ളൂ. ഡിറ്റോയുമായി ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക. മലയാളത്തിൽ തന്നെ അവരുടെ എക്സ്പെർട്ടുകളിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുക. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സഹായകരമായേക്കാവുന്ന ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം എപ്പോഴെങ്കിലും നിരസിക്കപ്പെട്ടാൽ ഡിറ്റോയുടെ ടീം പേപ്പർ വർക്കിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്ലെയിം യഥാർത്ഥമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായി നിങ്ങൾ സ്വയം ബന്ധപ്പെടേണ്ടതില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ പറയാനുണ്ട്. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ കോ പേയ്മെന്റ് എന്നുള്ളത് എന്താണ്? അതായത് മെഡിക്കൽ ബില്ലിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കണം എന്നുള്ളതാണ് ഈ കോ പേയ്മെന്റ്. നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പോളിസിക്ക് 20% കോ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ബില്ലായി കഴിഞ്ഞാൽ 1 ലക്ഷം നിങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. മുതിർന്ന പൗരന്മാർക്ക്, അതായത് പ്രായം കൂടുതലുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല പോളിസികളിലും ഈ കോ പേയ്മെന്റ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാകും. അതുകൊണ്ട് കോ പേയ്മെന്റ് റേറ്റ് ഏറ്റവും കുറവുള്ള ഒരു പ്ലാൻ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ പേരൻസിന് വേണ്ടി, പ്രത്യേകിച്ച് പ്രായമായ പേരൻസിനൊക്കെ വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പറയാം. അതിനു മുൻപ് ഈ കഥ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവൻ വലിയ ഉത്തരവാദിത്വമോ ദീർഘവീക്ഷണമോ ഉള്ള ആളൊന്നും അല്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാള്, അയാളൊരു ഏജന്റ് ആയിരുന്നിരിക്കാം, അയാൾക്കൊരു ചെറിയ കമ്മീഷനൊക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇവനെ കൊണ്ട് നിർബന്ധിച്ച് അവനും പേരൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ചതാണ്. ടേമും ഹെൽത്തും ഒക്കെ ഒരുമിച്ചാണ് എടുപ്പിച്ചത്. അതായത് ഇവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് കാണിക്കണമല്ലോ ഇവനാണെങ്കിലും. അതുകൊണ്ട് അവനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വലിയ താല്പര്യമൊന്നും കക്ഷിക്ക് ഉണ്ടായിരുന്നിട്ടല്ല.
പക്ഷെ ഏത് പ്ലാൻ വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആൾ ഒരു പുലി ആയിരുന്നിരിക്കണം. നല്ലൊരു പ്ലാൻ തന്നെയാണ് ഈ പേരൻസിന് വേണ്ടി അന്ന് എടുത്തത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ ഇളയ പുത്രൻ എടുത്തു വെച്ച ആ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്, അത് ഏത് കമ്പനിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് പ്ലാൻ ആണെന്നും പറയുന്നില്ല. പിന്നെ എല്ലാവരും അതാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ആവശ്യവും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. ആ ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെങ്കിൽ അവർ അത്ര നാൾ സമ്പാദിച്ചതൊക്കെ പണയത്തിലാകുമായിരുന്നു, അല്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഇതെല്ലാം, അല്ലെങ്കിൽ ഉള്ള ഗോൾഡും ഒക്കെ വിറ്റ് പണയം വെച്ച് ആ തുക കൊണ്ടുപോയി ഓപ്പറേഷനും മറ്റുമൊക്കെ ആശുപത്രിയിൽ അടയ്ക്കാനിരുന്നതാണ്. അതായത് ഇവര് കൊണ്ടുപോയി പണയം വെക്കുന്നതും വിൽക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആരുടെ അധ്വാനമാണ്? പ്രധാനമായിട്ടും ഇവരുടെ അച്ഛൻ അധ്വാനിച്ചതും പുള്ളിക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചതും അതുപോലെ മൂത്തയാള് ഗൾഫിൽ പോയി അധ്വാനിച്ച് കൊണ്ടുവന്നതും ഒക്കെയാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ 10 പൈസ ചെലവില്ലാതെ നടക്കുകയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തോടെ ഈ താന്തോന്നിയായിരുന്ന ഇളയ പുത്രൻ സൂപ്പർ ഹീറോ ആയിട്ട് മാറി. കുടുംബക്കാരുടെ ഇടയിൽ മുഴുവൻ ഇവൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. നോക്കുക, ഇത്ര ലക്ഷം രൂപയുടെ ഏതാണ്ട് 26 ലക്ഷമൊക്കെ ആയി അന്ന് തന്നെ. കഷ്ടകാലം വരുമ്പോൾ ഒരുമിച്ചെന്ന് പറയുന്നത് പോലെ രണ്ടു പേർക്കും ഒരേ സമയത്താണ് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയത്. ഒരാൾക്ക് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വന്നു. ഈ തുക അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു തുകയാണ്. സാധാരണക്കാർക്ക് പോലും അതൊരു വലിയ തുകയാണ്. അവരത്ര സാമ്പത്തികമുള്ളവരോ ഒന്നും ആയിരുന്നില്ല. ഈ കാര്യം കുടുംബത്തിലും നാട്ടിലും ഒക്കെ അങ്ങ് പാട്ടായിട്ട് അത്രയും നാള് ഒരു പ്രശ്നത്തിനും പോകാതെ വളരെ നന്നായി ജീവിച്ച, കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി ഇന്ന് ആ കുടുംബത്തെ അവിടം വരെ എത്തിച്ച ആ മൂത്ത പുത്രൻ അവിടെ വിസ്മരിക്കപ്പെടുകയും അവനൊരു പ്രാധാന്യവും ഇല്ലാതാവുകയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ച് അവനുണ്ടാക്കിയ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ടീമാണ്. പക്ഷെ ഇവനെടുത്ത ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്ന് അവൻ അവന്റെ നാട്ടിലും കുടുംബത്തിലും വീട്ടിലും ഒക്കെ ഒരു സൂപ്പർ ഹീറോയാണ്. അവനാണ് രക്ഷകനായിട്ട് വന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം കടുത്തുരുത്തിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അയാൾ ഇത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങളുടെ പല വീഡിയോകളും പണ്ട് മുതലേ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഹെൽത്ത് ടേം ഇൻഷുറൻസ് ഒക്കെ പറയുമ്പോൾ എനിക്കത് അരോചകമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ഇതിങ്ങനെ കേട്ടിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം പോയി എടുത്തു. അതെനിക്ക് വലിയൊരു ആവശ്യ സമയത്ത് ഉപകരിച്ചു എന്നൊക്കെ പറയുകയുണ്ടായി. അതായത് ഞാൻ പറയുന്നത് ഇതാണ്, ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ പലതവണ പറയുന്നുണ്ട്. ചിലർക്ക് ഇത് ആദ്യം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇന്ന് ഈ ദിവസം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമായിട്ട് പോലും അത് മാറാം. നമ്മുടെ കഥയിലെ മൂത്തയാളുടെ സാഹചര്യം എന്തായിരുന്നു? അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് അടവുകളും പലിശയും ഒക്കെ അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് അയാൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഇയാളും ചിന്തിച്ചതാണ്. പക്ഷെ അതിനുള്ള പണം ഇല്ല എന്ന് വെച്ചുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്ത അയാള് ഈ കാര്യം മാത്രം ചെയ്തില്ല, അതാണ് ഒഴിവാക്കിയത്. അതാണ് അയാളുടെ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ ആര് കൊണ്ടുപോയി? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം സംഭവിക്കരുത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ത് വേണമെന്നുള്ളത്. പേരൻസിന് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിയുന്നത് നേരത്തെ എടുക്കുക. ഇവർക്ക് പ്രായം കൂടുന്തോറും പ്രീമിയം തുകയും കൂടും, കവറേജ് ഓപ്ഷനുകളെയും ഒക്കെ അത് ബാധിച്ചേക്കാം. എത്രയും വേഗം എടുക്കുന്നോ അത്രയും നല്ലതാണ്. പേരൻസിന് നല്ല പ്രായമുണ്ടല്ലോ, ഇനിയിപ്പോൾ എടുക്കണ്ട എന്ന് വിചാരിക്കരുത്. 1 വർഷം മുമ്പാണെങ്കിൽ 1 വർഷം മുമ്പ് എടുത്തു വെക്കുക. അതുപോലെ പോളിസി എടുക്കുമ്പോൾ റൂം റെന്റ് ലിമിറ്റ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പോളിസികളിൽ ആശുപത്രികളിലുള്ള ഇന്ന വിഭാഗത്തിലുള്ള മുറികളെ നിങ്ങൾ എടുക്കാവൂ എന്നുള്ള നിബന്ധനയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് അത് പോരാ, നിങ്ങൾ കുറെ കൂടെ മികച്ച ഒരു മുറി എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന കവറേജിനെ പോലും ബാധിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമാണ്, പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡ് അതൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് വായിച്ച് മനസ്സിലാക്കണം. പല പോളിസികളും പ്രഷർ, ഷുഗർ, തൈറോയിഡ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഉടനടി പരിരക്ഷ നൽകാറില്ല, അല്ലെങ്കിൽ അതിന് ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഒക്കെ പറയാറുണ്ട്. കാരണം ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാത്തതുണ്ടോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര എന്നൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ എടുത്ത പോളിസിക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ എവിടെയൊക്കെ നെറ്റ്വർക്ക് ഉണ്ട്, അതിൽ തന്നെ പ്രത്യേകിച്ച് ക്യാഷ്ലെസ് സൗകര്യം എവിടെയൊക്കെ ഉണ്ട്. ക്യാഷ്ലെസ് ആണെങ്കിൽ നമുക്കറിയാം, ഒന്നും അറിയണ്ട. ക്യാഷ്ലെസ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാശ് അടയ്ക്കണം, പിന്നീട് അത് തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള രീതിയാണ്. അതുകൊണ്ട് വളരെ വലിയ നെറ്റ്വർക്ക് ഉള്ള നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിലും പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഒക്കെ ക്യാഷ്ലെസ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മികച്ച പോളിസി തന്നെ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പോളിസി യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ആംബുലൻസ് ചാർജുകൾ, ICU എക്സ്പെൻസസ്, ഹോസ്പിറ്റലൈസേഷൻ ആകുമ്പോൾ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് എക്സ്പെൻസസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണ്ടി എടുത്താലും ഇനി പേരൻസിന് വേണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രീമിയം ഒക്കെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ മിക്കവാറും എടുക്കാൻ പോകുന്നത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പോളിസി ആയിരിക്കും.
എന്നാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നല്ല അതിന്റെ അർത്ഥം. ക്ലെയിം സർവീസ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയാണ്, കസ്റ്റമർ സർവീസ് ക്വാളിറ്റി, പോളിസി കണ്ടീഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാൻ. അല്ലാതെ ഏറ്റവും പ്രീമിയം കുറവാണ്, ഏറ്റവും ചീപ്പാണ് എന്ന് കരുതി നിങ്ങൾ അത് എടുത്താൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടണമെന്നില്ല. അതായത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു പോളിസി എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ചിലർ ഒരു സ്വയം സമാധാനത്തിന് വേണ്ടി അങ്ങ് എടുത്തു വെച്ചിട്ട് സമാധാനം വേണ്ടിയിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യമാണെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം 100%. അതുപോലെ ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് സത്യസന്ധമായിട്ട് പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർക്ക് ഓൾറെഡി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും, മുൻപ് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞവരുണ്ടാകും, നിലവിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും, തരക്കേടില്ലാത്തൊരു മെഡിക്കൽ ഹിസ്റ്ററി ഉള്ളവരുണ്ടാകും. ഈ പോളിസി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പേരൻസിന് വേണ്ടി എടുക്കുമ്പോൾ അവർ പ്രായമുള്ളവരാണ്, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതെല്ലാം സത്യസന്ധമായിട്ട് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ആശുപത്രി കേസ് വരുന്നു, ഇൻഷുറൻസുകാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനിലായിരിക്കുന്നത് എന്നും ഇരിക്കട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നവരും ഇൻഷുറൻസിന്റെ ആളുകളിലും വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്കും അറിയാൻ കാര്യങ്ങൾ. നേരെ മറിച്ച് നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത സമയത്ത് പറഞ്ഞ എന്താണ്, എനിക്ക് ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ക്ലെയിം റിജക്ട് ആകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഡോക്ടറിനോടും വക്കീലിനോടും നുണ പറയരുത് എന്നൊക്കെ പറയുന്നത് പോലെ ഇൻഷുറൻസുകാരോടും നുണ പറയരുത്. നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിയിച്ചിട്ട് വേണം പോളിസി എടുക്കാൻ. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല കരാറാണ്, ഒരു ലോങ് റിലേഷൻഷിപ്പ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ അതിനെ കാണുക. അതുകൊണ്ട് തന്നെ റിന്യൂവൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക. പ്രീമിയം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ, കവറേജ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ, പ്രായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ ദീർഘകാലത്തേക്ക് വർഷങ്ങളോളം തുടരാൻ കഴിയുന്ന ഒരു നല്ല കമ്പനിയുടെ നല്ല പോളിസി നിങ്ങൾ തിരഞ്ഞെടുക്കുക. പേരൻസിന് വേണ്ടിയാണ് നമ്മളിത് പറയുന്നതെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഏറ്റവും ചെറുപ്പക്കാരാണ്. കാരണം നിങ്ങൾക്കാണ് ഏറ്റവും ലാഭം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, പ്രായം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രീമിയം വളരെ കുറവായിരിക്കും. അതായത് ഇത് കേൾക്കുന്നതിൽ പ്രായം കുറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ലെങ്കിൽ വലിയ മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ഒന്നും നിങ്ങൾ അറിയണ്ട, തീർച്ചയായിട്ടും എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രായമായ പേരൻസിന് വേണ്ടിയും എടുക്കുക. കാരണം അവർക്കാണ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ വരാനും ഒക്കെ സാധ്യതയുള്ളത്. പ്രായം കൂടി വരികയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സമ്മാനമായിരിക്കും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് വേണ്ടി എടുത്തു കൊടുക്കുക, അതിന്റെ പ്രീമിയം ഒക്കെ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിങ്ങൾ ഇതിന് എത്ര തുക ചെലവാകും എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഒരിക്കലും പോളിസി എടുക്കരുത്. ഏറ്റവും കുറഞ്ഞ പ്രീമിയം ആണോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഞാനിത് എടുക്കുന്നത് കൊണ്ട് എൻ്റെ പേരൻസിന് ആവശ്യ സമയത്ത് 100% ഉപകാരപ്പെടുമോ എന്ന് വേണം അന്വേഷിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും പണം മുടക്കുകയാണ്. അതായത് ഒരു 100 രൂപ നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാത്തതിനേക്കാളും എത്രയോ ഭേദമാണ് ഒരു 200 250 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് 10,000 രൂപയുടെ പ്രയോജനം ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളിത് ആദ്യം മുതൽ ഇരുന്ന് പഠിച്ച് ഇനി ഈ വീഡിയോയിൽ പറയാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു അഡ്വൈസറി പ്ലാറ്റ്ഫോമിനെ തന്നെ സമീപിക്കുക. സെറോദ ബാക്ക്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ പോയാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം, തികച്ചും സൗജന്യമായിട്ട്. ഒരു പോളിസി എടുക്കുന്നതിന് മുൻപ് പോളിസിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ഓപ്ഷനുകളൊക്കെ താരതമ്യം ചെയ്യാനും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനും ഒക്കെ അവരുടെ വിദഗ്ധർക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പുതിയ പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള പോളിസി അത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഡിറ്റോ വഴി നിങ്ങൾ ഒരു പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസുകളെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പൊതുവെ നമ്മൾക്ക് അറിയാത്ത എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. കാരണം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, പിന്നീട് ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റുപറ്റി എന്നൊക്കെ മനസ്സിലാവുക. അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എടുക്കുന്നത് കൊണ്ട് 100% നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഡിറ്റോയുടെ പ്രാധാന്യം. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.